ഹലോ ഗൈസ്. എം ഡി എം എ, കഞ്ചാവ്, മരിഞ്ച്വാന, ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ, കൊക്കെയിൻ, പിന്നെ കൂള് അങ്ങനെയുള്ള ഒരുപാട് ലഹരികളൊക്കെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇപ്പോൾ നിയമപരമല്ല. അതായത് ഇവയൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവയുടെ ഉപയോഗവും കൊടുക്കൽ വാങ്ങലുകളും കാര്യങ്ങളുമെല്ലാം തെറ്റാണ്. പക്ഷേ ഇതൊക്കെ നിയമവിധേയമാക്കണമെന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വലിയ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് മൈത്രേയൻ എന്നുള്ള ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇതിനെ നിയമവിധേയമാക്കണമെന്ന് പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ വാദഗതികൾ എന്തുകൊണ്ട്, വൈ ഷുഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഷുഡ് ബി ലീഗൽ എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതിൻ്റെ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓ ഇത് ശരിക്കും നിയമവിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് സാധനം ലോകത്ത് എന്തുണ്ടായാലും നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ അവരുടെ ചോയ്സ് മാത്രമായിട്ട് മാറും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ ഈ നിരോധിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നത് ചോദിച്ചാൽ, ആ നിരോധിച്ച ഒരു സാധനം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവര് എങ്ങനെങ്കിലും ഉപയോഗിക്കും. ഇവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും എം ഡി എം എ എവിടെയാണ് കിട്ടാത്തത്? മൈത്രേയൻ എം ഡി എം എ തന്നെയാണ് ഞാനും. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനെ നിയമവിധേയമാക്കുക, അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. പക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഇപ്പോഴത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം വെച്ച് നോക്കിയിട്ട് ഈ പറയുന്ന ലഹരികളെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഹാർഡായിട്ടുള്ളതോ അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് ഇതിനെ മൊത്തത്തോടെ അങ്ങ് നിരോധിച്ച് കളയുന്നത്. അതായത് ചിലവരെ നമുക്കറിയാം, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിനും അഡിക്റ്റ് ആകുമെന്ന് കരുതിയിട്ട് അതിനെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ അവർക്ക് തന്നെ കഴിവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സമയം പോകുന്നു, അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവർ ഈ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അങ്ങനെ അവർ ആ പറയുന്ന വലിയൊരു ചതിക്കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുന്നു. അതുപോലെ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റും ഇവിടെ ചെയ്യുന്നത്. ഇതിനെ നിയന്ത്രണമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഉപയോഗിക്കില്ല എന്നും അവരെ ഇത് പഠിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സമയമില്ലാത്തത് കൊണ്ടുമാണ് ഇവർ മൊത്തത്തോടെ അങ്ങ് നിരോധിച്ച് കളഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു മെഴുകുതിരി, കത്തുന്ന ഒരു മെഴുകുതിരി നമ്മൾ നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, അതായത് നമ്മളൊരു 10-15 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു കത്തിച്ച മെഴുകുതിരി കൊടുക്കുകയാണെങ്കിൽ അവനത് അല്ലെങ്കിൽ അവളത് കയ്യിൽ പിടിച്ച് അത് അവർക്ക് തന്നെയോ അല്ലെങ്കിൽ സമൂഹത്തിനോ ദോഷകരമാകാത്ത രീതിയിൽ ആ കത്തിച്ച മെഴുകുതിരി അവർ കൈ പിടിച്ചുകൊണ്ടിരിക്കും. അതായത് അവർ അവരുടെ മേത്തോ അവരുടെ ഉടുപ്പോ കത്തുകയോ അതോ വേറെ എവിടെയെങ്കിലും കൊണ്ട് കത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയുമുണ്ട്. അതേസമയം നമ്മളിത് 1 വയസ്സുള്ളതോ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ, അതായത് ഇത് മനസ്സിലാക്കാനോ ഈ തീയുടെ ദോഷഫലങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളെക്കുറിച്ച് അറിയില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന കത്തിയും മെഴുകുതിരി കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വന്തം ചിലപ്പം ശരീരത്തിൽ കത്തിച്ചു നോക്കാം, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിന് തീ പിടിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ കർട്ടന് തീ പിടിക്കാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. ആ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കും. അപ്പോൾ ആ കത്തിച്ച മെഴുകുതിരിയെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ അറിവില്ലാത്ത ആ ഒരു വയസ്സുള്ള കുട്ടിക്ക് ആ മെഴുകുതിരി കൊടുക്കാതിരിക്കുന്നതല്ലേ ആ പാരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഗവൺമെൻറ്റും ഈ പറയുന്ന ബുദ്ധിയില്ലാത്തതും നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള യാതൊരു കഴിവുകളും കിട്ടാത്ത ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുള്ള സമൂഹത്തിൽ അത് നിരോധിച്ച് അതിൻ്റെ ദോഷഫലങ്ങൾ, അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കുറയ്ക്കുകയാണ് സത്യത്തിൽ ഗവൺമെൻറ് ഇത് നിയന്ത്രിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിനെ ഇല്ലീഗലാക്കുന്നതിലൂടെ ചെയ്യുന്നത്. മൈത്രേയൻ പറയുന്നത് പോലെ ഇത് എല്ലാ ജനങ്ങളും നല്ല ബുദ്ധിയുള്ള ആൾക്കാരും മൈത്രേയൻ്റെ അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ള ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇത് നിയമവിധേയമാക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ മൈത്രേയൻ്റെ അത്രയും ഉയർന്ന ചിന്താഗതിയുള്ള ജനങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ കുറവാണ്. 100 പേര് ചിലപ്പം കേരളത്തിൽ ഇത് നിയന്ത്രിതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1000 പേര് അതിനെ അനിയന്ത്രിതമായിട്ടായിരിക്കും അതിനെ ഉപയോഗിക്കുന്നത്. അതായത് അടുത്ത ഒരു 10 വർഷത്തിനുള്ളിലൊന്നും കേരളത്തിലെ ഒരു വലിയ പെർസെൻറ്റേജ്, അതായത് ഒരു 80% ആൾക്കാരെങ്കിലും ഇത് നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുവാൻ പ്രാപ്തരാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിയമവിധേയമാക്കാൻ പറ്റുള്ളൂ.
അടുത്ത ഒരു 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ആൾക്കാരിലേക്ക് അത്രയും ഒരു ഉയർന്ന ചിന്താഗതി എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ഒരു 20, 30 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന MDMAയും കൊക്കൈനും ഹാഷിഷ് ഓയിലും കഞ്ചാവും കൂളും അതും ഇതും ഒക്കെ നിയമവിധേയമാക്കുമായിരിക്കും. അപ്പോൾ അന്ന് ഇത് ആൾക്കാർ നിയന്ത്രിതമായി ഉപയോഗിക്കുമായിരിക്കും. സോ നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവരൊരിക്കലും അതിന് അഡിക്റ്റ് ആകുകയില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, മദ്യം എന്ന് പറയുന്ന ഒരു സംഭവം നിയമവിധേയമാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ മദ്യത്തിന് അഡിക്റ്റ് ആകുന്നുണ്ട്? ഒരു വലിയ ജനവിഭാഗം അഡിക്റ്റ് ആകുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ ജനവിഭാഗം അഡിക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ തന്നെ MDMA കൊണ്ട് ഇത്രയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നെങ്കിൽ ഗവൺമെന്റിന് അത് ലീഗലൈസ് ചെയ്യപ്പെടുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ലായിരുന്നു. MDMA ഇല്ലീഗൽ ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഓരോ ദിവസവും MDMA ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആക്രമണ കേസുകൾ എന്ന് പറയുന്നത് 10 കേസാണെന്ന് വിചാരിക്കുക ഇപ്പോൾ. ഇനി ഇത് നിയമപരമാക്കി എന്ന് കരുതുക. നിയമപരമാക്കിയെങ്കിൽ ഇപ്പോൾ 10 ആക്രമണ കേസുകളാണ് MDMA ഉപയോഗിച്ചതിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം 10 കേസുകളാണെങ്കിൽ, ഇത് നിയമപരമാക്കി കഴിഞ്ഞാൽ ഈ കേസുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 100ഓ 200ഓ ആയിട്ട് ഒരു വലിയ വർധനവായിരിക്കും ഉണ്ടാകുന്നത്. കാരണം അത്രയധികം ആൾക്കാർ MDMA യൂസ് ചെയ്യും. അപ്പം അതിന്റെ ആക്രമണം ചെയ്യുന്ന ആൾക്കാർ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസും കൂടും. അപ്പം കേരളത്തിലുള്ള എല്ലാവർക്കും ഉയർന്ന ചിന്താഗതിയും നല്ല ജീവിതവും ഉണ്ടാകുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് നിയമവിധേയമാക്കുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടാവില്ല. സോ മൈത്രേയനെ പോലെ ഇത്രയധികം വിവരവും വിദ്യാഭ്യാസവുമുള്ള വ്യക്തികളൊക്കെ ഒരുപാട് ആൾക്കാർ ഇതൊന്ന് നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിനെ നിയമപരമാക്കാത്തത് എന്ന് മനസ്സിലാക്കുക. സോ എന്നെങ്കിലും ഒരു കാലത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എല്ലാവർക്കും നല്ല ബുദ്ധി വെക്കുന്ന കാലത്ത് നമുക്കിതൊക്കെ നിയമപരമായിട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. സോ അത്രയും നാള് ഇതൊക്കെ നിരോധിക്കപ്പെട്ട ലഹരിയായിട്ട് തന്നെ തുടരുന്നതാണ് ഇന്ത്യക്കും കേരളത്തിലും എല്ലാം ഏറ്റവും നല്ലത്.